ഗൂഢാലോചന ഇല്ലാതെ ഇങ്ങനെയൊരു കുറ്റകൃത്യം സാധ്യമാകുമോ? ആ ഗൂഢാലോചന ഉണ്ടായിരുന്നു, അതിന് ശിക്ഷിച്ചിട്ടുമുണ്ട്. 120B ഈ കൂട്ടബലാത്സംഗത്തിനായിട്ട് ഇവർ കൂട്ടായിട്ട് ആലോചിച്ചു, അത് ഗൂഢാലോചനയാണ്. അതിൻ്റെ കുറ്റവും അവരുടെ തലയിൽ ചുമത്തിയിട്ടുണ്ട്. പിന്നെന്താ? ബട്ട് ഇതിൽ ഒരു മാസ്റ്റർ കോൺസ്പിറേറ്റർ ഉണ്ട് എന്ന് ആദ്യമേ ആളുകൾ തീരുമാനിച്ചു. അത് ദിലീപാണെന്നും തീരുമാനിച്ചു. ആ തീരുമാനം നിങ്ങളൊരു വിശ്വാസം മാത്രമായിരുന്നെന്നും അതിൽ വസ്തുതയില്ലെന്നും കോടതി പറഞ്ഞു. ഇപ്പോൾ ജഡ്ജ്മെൻറ്റ് നമ്മുടെ എല്ലാം ആരുടെയും കിട്ടിയിട്ടില്ല. ജഡ്ജ്മെൻ്റ് ഇല്ലാതെ ആകാശത്തിലുള്ള വാദങ്ങളാണിതെല്ലാം. എന്നാലും സംഭവം ഇതാണ്, ദിലീപിന് ഇതിൽ പങ്കുണ്ട് എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചവർ, പങ്കില്ല എന്ന് വിശ്വസിച്ചവർ. അപ്പോൾ പങ്കില്ല എന്ന് വിശ്വസിച്ചവർ ഈ വിധി വന്നു കഴിഞ്ഞപ്പോൾ വിജയാഹ്ലാദത്തിലായി. മറ്റവർ തോറ്റുപോയി. തോറ്റു കഴിയുമ്പോൾ അവർക്ക് ദേഷ്യം വരുമില്ല. അപ്പോൾ അവർ ജഡ്ജിയെ ചീത്ത പറയുന്നു, മറ്റേ പൊതു സമൂഹത്തിൽ വന്ന തെളിവ് എന്ന് അവർ വിചാരിക്കുന്ന കാര്യങ്ങളെടുത്തിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ ജഡ്ജ്മെൻറ്റിൽ എന്താ എഴുതിയിരിക്കുന്നു ആർക്കും അറിയില്ല. അപ്പോൾ ജഡ്ജ്മെൻറ്റ് വന്നു കഴിയുമ്പോൾ ഇനിയിപ്പോൾ അടുത്ത സെറ്റ് ഓഫ് വാഗ്വാദങ്ങൾ തുടങ്ങും. സാധാരണഗതിയിൽ ഇങ്ങനെ വരുമ്പോൾ ആൾക്കാർ ചെയ്യാറുള്ളത്, കോടതി വിധിയെ ഞാൻ മാനിക്കുന്നു, പക്ഷേ ഈ കോടതി വിധിയിൽ തെറ്റുണ്ട് എന്ന് ഞാൻ കരുതുന്നു, അതുകൊണ്ട് ഞാൻ അപ്പീൽ പോകും, ഹൈക്കോടതിയിലേക്ക് പോകും. ഇതാണൊരു സ്റ്റാൻഡേർഡ് റിപ്ലൈ. അതിനപ്പുറത്തേക്ക് വിധി എഴുതിയ ജഡ്ജിയെ ചീത്ത പറയുക, വാദങ്ങൾ പിന്നെയും പഴയത് പറഞ്ഞുകൊണ്ടിരിക്കുക, പഴയ വോയിസ് ക്ലിപ്പുകൾ വീണ്ടും കേൾപ്പിക്കുക, ഇത് തെളിവല്ലേ എന്നൊക്കെ ചോദിച്ച് ചർച്ച ചെയ്യുക, അത് ഒരു നല്ല കാര്യമല്ല.